ഹായ് മക്കളെ, അമീൻ സാർ ആണ്. ക്രിസ്മസ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് അവർ ഗവൺമെന്റ് എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ വരും, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് കാണണം കേട്ടോ. മാത്രമല്ല ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യാൻ എൻ്റെ മക്കൾ എന്ത് ചെയ്യണ്ട, മറക്കണ്ട. ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് അവർ ഗവൺമെന്റ് എന്ന ചാപ്റ്റർ. മക്കളെ, ഇതിന് ആദ്യം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഇതാണ്. ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളിൽ ഒന്നാണ് നിയമനിർമ്മാണ വിഭാഗം. 3 ഘടകങ്ങളിൽ ഒന്നാണ് ഇത് മക്കളെ, നിയമനിർമ്മാണ വിഭാഗം. അപ്പൊ നമുക്ക് മനസ്സിലായി എത്ര ഘടകങ്ങളുണ്ട്, ഗവൺമെന്റ് എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെ എന്ന് എഴുതുക. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് വന്ന ചോദ്യമാണ്, ഇനി വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു വിഭാഗം നമ്മൾ പഠിച്ചു, നിയമനിർമ്മാണ വിഭാഗം. മറ്റേതൊക്കെയാണെന്ന് കൃത്യമായി ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ലെജിസ്ലേറ്റർ, നിയമനിർമ്മാണ വിഭാഗം. മേക്സ് ലോ, നിയമനിർമ്മാണം നിർമ്മിക്കുക, നിയമം നിർമ്മാണ വിഭാഗം. അടുത്തതാണ് താഴത്തത് എടുക്കുകയാണ് എക്സിക്യൂട്ടീവ്, നിയമം നിർമ്മിച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, നടപ്പിലാക്കണം. ആ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം, നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അപ്പൊ നിയമം നിർമ്മിച്ചു, നിയമം നടപ്പിലാക്കുന്നു. ഇനി നിയമം കിട്ടിയിട്ടില്ലെങ്കിൽ എടുക്കാം നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി. അത് അവരെന്ത് ചെയ്യും, നിയമങ്ങൾ വ്യാഖ്യാനിക്കും, ഇന്റർപ്രറ്റ്സ് ചെയ്യും, ഇന്റർപ്രറ്റ്സ് ദ ലോസ്. അപ്പം ഈ ഗവൺമെന്റ് 3 ഘടകങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ 2 മാർക്കിനോ, ഒന്നെങ്കിൽ 2 മാർക്കിനോ, അല്ലെങ്കിൽ 3 മാർക്കിനോ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഒക്കെ വരുന്ന ഒരു മേഖലയാണ് ഏത്, ഈ എക്സിക്യൂട്ടീവ് എന്ന വരുന്ന വിഭാഗം. ഇതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ് കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ചിട്ട്. ഇതിൽ കാര്യനിർവഹണ വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെ നോക്കി മക്കളെ? ഒന്ന് പ്രസിഡന്റ്, രാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി, പ്രൈം മിനിസ്റ്റർ, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇവർക്കൊക്കെ എന്താ പരിപാടി? ഇംപ്ലിമെന്റ് ചെയ്യുക, നിയമങ്ങൾ നടപ്പിലാക്കുക. നിയമം നിർവഹിച്ച ശേഷം നടപ്പിലാക്കുന്നവരാണ് ഇവർക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യം പ്രസിഡന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു റിപ്പബ്ലിക്കിന്റെ തലവനാണ് ആര്? പ്രസിഡന്റ്. ദ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്. മാത്രമല്ല എത്ര വർഷമാണ് കാലയളവ്? 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ ഒരു ഇലക്ട്രൽ കോളേജ് തെരഞ്ഞെടുക്കുന്നത്. നോക്കാൻ വേണ്ടിട്ട് പോവാണ് എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. മക്കളെ, രാഷ്ട്രപതി ചുമതലകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എന്റെ മക്കളൊന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് രാഷ്ട്രപതി ചുമതലകൾ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ആൾക്കാർ അപ്പോയിന്റ്മെന്റ് എന്നാണ്. അപ്പോയിന്റ്മെന്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റേഴ്സ്. അതോ മന്ത്രിമാരെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കൽ ആരാണ്? രാഷ്ട്രപതിയാണ്. മാത്രമല്ല ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും നിയമിക്കൽ ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. വേണമെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒന്ന് പ്രസിഡന്റ്, അതേപോലെ തന്നെ അടുത്ത മിനിസ്റ്റേഴ്സ്, അതേപോലെ സുപ്രീം കോടതി ജഡ്ജിമാര്, ഹൈക്കോടതി ജഡ്ജിമാര്, ചീഫ് ജസ്റ്റിസ് എന്നൊന്ന് എഴുതിക്കുക. ചീഫ് ജസ്റ്റിസ് എന്ന് എഴുതിക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് 5 പോയിന്റ് കിട്ടിട്ടോ. അപ്പോയിന്റ്മെന്റ് പ്രസിഡന്റ്, അപ്പോയിന്റ്മെന്റ് മിനിസ്റ്റർ, സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാര്, ചീഫ് ജസ്റ്റിസിനൊക്കെ നിയമിക്കൽ ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. മാത്രമല്ല രാജ്യസഭയിലെ 12 അംഗങ്ങളെയും ലോകസഭയിലെ 2 അംഗങ്ങളെയും നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഇൻ ലോക്സഭ. ഇതൊക്കെ ആര് ചുമതലകൾ തന്നെയാണ്? നമ്മളെ രാഷ്ട്രപതിയുടെ ചുമതലകളാണ്. അതേപോലെ സായുധ സേനയുടെ സർവ്വസൈനാധിപനാണ്. ദ സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സ് ആണ് ആര് മക്കളെ? ഈ ആള്, അഥവാ നമ്മളെ രാഷ്ട്രപതി. മാത്രമല്ല പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകേണ്ടതും ആര് തന്നെയാണ്? നമ്മളെ രാഷ്ട്രപതി തന്നെയാണ്. പിന്നെ ടേക്ക് എ ഡിസിഷൻ ഓഫ് മേഴ്സി പെറ്റീഷൻ എന്ന് പറഞ്ഞെങ്കിൽ ദയാഹർജിക്ക് അനുവാദം കൊടുക്കേണ്ടതും അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടതും ആര് തന്നെയാണ്? നമ്മളെ പ്രസിഡന്റ് തന്നെയാണ്. ആണെങ്കിൽ ആവശ്യമെങ്കിൽ രാജ്യത്ത് എന്ത് പാസ്സാക്കാന് ഡിക്ലെയർ എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ്. ആവശ്യമെങ്കിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ആരാണ് ചെയ്യാറുള്ളത്? നമ്മളെ രാഷ്ട്രപതിയാണ് ചെയ്യാറുള്ളത്. രാഷ്ട്രപതി ഈ ചുമതലകളൊക്കെ എന്ത് ചെയ്യുക, എന്റെ മക്കളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഇൻഫോം ദ പ്രസിഡന്റ് ഓഫ് ഡിസിഷൻ ടേക്കൺ ബൈ ദ ക്യാബിനറ്റ്. ആരാണ് പ്രസിഡന്റ് മുന്നിൽ ഡിസിഷൻസ് പറയാറുള്ളത്? അത് പ്രൈം മിനിസ്റ്ററിന്റെ ചുമതലകളാണ്. പ്രൈം മിനിസ്റ്ററുടെ ചുമതലയും നിങ്ങൾക്ക് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടി പോവാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ. ഒന്ന്, ലോക്സഭ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു, ആക്ട് ആസ് എ ലീഡർ ഓഫ് ദ ലോക്സഭ. അടുത്തതോ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ക്യാബിനറ്റ്, മന്ത്രിസഭയുടെ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നു.
മൂന്നാമത്തേതാണ് കോർഡിനേറ്റ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? ഏകോപിക്കുന്നു. മാത്രമല്ല ഇൻഫോംസ് ദ പ്രസിഡൻസ് ഓഫ് ഡിസിഷൻ ടേക്കൺ ബൈ ക്യാബിനറ്റ്. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളും രാഷ്ട്രപതിയെ അറിയിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും അധ്യക്ഷത വഹിക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്? ക്യാബിനറ്റിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണെന്ന് ഓർത്തു വെക്കുക. റെഡിയാണല്ലോ. മാത്രമല്ല ഇതേപോലെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ജുഡീഷ്യറി, ഇന്റർപ്രറ്റ്സ് അഥവാ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നവര്. അതിൽ ഈ ഒരു ഓർഡർ എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. കാരണം ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടേം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമിൽ ഇമ്പോർട്ടന്റ് ആയ 3 ഭാഗങ്ങളാണിത്. അതൊന്ന് ഉറപ്പാണ് മക്കളെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അതേപോലെ നീതിന്യായ വിഭാഗം, നീതിന്യായ വിഭാഗം കൃത്യമായിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ആദ്യം സുപ്രീം കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ ഏതാണ് ജില്ലാ കോടതി, ഡിസ്ട്രിക്ട് കോർട്ട്, അത് കഴിഞ്ഞാൽ സബ് കോർട്ടാണ്, സബ് കോടതിയാണ്. പിന്നെ സബ് കോടതികൾ 2 ഉണ്ട്, മജിസ്ട്രേറ്റ് ആൻഡ് മുൻസിഫ് കോടതി. ഈ മുൻസിഫ് കോടതിയിൽ എടുക്കുന്ന കേസുകളാണ് സിവിൽ കേസുകളാണ്. ഒന്ന് ആലോചിച്ച് വെക്കാൻ, മനസ്സിലാക്കുക. മുൻസിഫിന്റെ വീട് എവിടെയാണ്? സിവിലാണ്. മുൻസിഫിന്റെ വീട് എവിടെയാണ്? സിവിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ എടുക്കുന്ന കേസുകൾ ഏതാണ്? ക്രിമിനൽ കേസുകളാണ്. ഒന്ന് ആലോചിച്ച് വെക്കാൻ എന്ത് ചെയ്യുക? മജീദ് ക്രിമിനൽ ആണെന്ന് എന്ത് ചെയ്യുക? എൻ്റെ മക്കളൊന്നും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. റെഡിയാണല്ലോ. അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ളതും അവസാനത്തെ ഭാഗമായിട്ടുള്ളതും. ഇത് മക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിന് ഒരു ചോദ്യം വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് വരുമെന്നുള്ളത്. സോ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ എൻ്റെ മക്കൾ ആരും മറക്കരുത്. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക. നമുക്ക് അടിപൊളിയാക്കി മാറ്റാം. ഇന്ന് കൃത്യം 7 മണിക്ക് ലൈവ് ഉണ്ട്. എല്ലാ മക്കളും വരിക. നമുക്ക് അവിടെ അടിച്ചു പൊളിച്ച് സെറ്റപ്പ് ആക്കി അടിപൊളിയാക്കി എന്ത് ചെയ്യുക? പഠിക്കാം. റെഡിയാണല്ലോ. ഓക്കെ, ടാറ്റ.